MDMA കേസിന്റെ അന്വേഷണത്തിനിടെ പോലീസ് കണ്ടെത്തിയത് ലഹരി മാഫിയയുടെ വൻ വ്യാജരേഖ റാക്കറ്റ്. 500-ലേറെ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ, ആധാർ കാർഡുകൾ, പാൻ കാർഡുകൾ, ഡ്രൈവിംഗ് ലൈസൻസുകൾ എല്ലാം വ്യാജം. തലശ്ശേരി പോലീസാണ് കാസർഗോഡ് സ്വദേശിയായ അബ്ദുൾ റഹ്മാനെയും എറണാകുളം സ്വദേശിയായ റിഷാദിനെയും കസ്റ്റഡിയിലെടുത്തത്. ഈ വ്യാജരേഖകൾ ഉപയോഗിച്ച് പ്രതികൾ ലഹരി കച്ചവടവും സാമ്പത്തിക ഇടപാടുകളും നടത്തി. വ്യാജരേഖകൾ ഉപയോഗിച്ച് പ്രതികൾ 50-ലേറെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി പണമിടപാട് നടത്തി വരികയായിരുന്നു. തെരുവിൽ അലയുന്നവരുടെയും മരിച്ചുപോയവരുടെയും പേരുപയോഗിച്ചും ബാങ്ക് അക്കൗണ്ടുകൾ തുറന്ന് ലഹരി ഇടപാടുകളിൽ പണം കൈമാറ്റം നടത്തിയിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. തലശ്ശേരി പോലീസിന്റെ MDMA കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെയാണ് ഈ വമ്പൻ റാക്കറ്റ് പിടിയിലാകുന്നത്. പിടികൂടിയ വ്യാജരേഖകളുടെയും ബാങ്ക് അക്കൗണ്ടുകളുടെയും ഉറവിടം, ഇവയ്ക്ക് പിന്നിലുള്ള സംഘത്തിലെ മറ്റംഗങ്ങൾ, ലഹരി ശൃംഖലയുമായുള്ള ബന്ധം എന്നിവ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പോലീസ്. ലഹരി ഇടപാടുകൾ മറച്ചുവെക്കാനും സാമ്പത്തിക ഇടപാടുകളുടെ യഥാർത്ഥ ഉറവിടം കണ്ടെത്തുന്നത് തടയാനുമാണ് വ്യാജരേഖകളും ബാങ്ക് അക്കൗണ്ടുകളും ഉപയോഗിച്ചിരുന്നതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായതായി തലശ്ശേരി ASP M നന്ദഗോപൻ പറഞ്ഞു. നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായി, തബു ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ട് മരിച്ചുപോയ ഒരാൾ, ജസുദാസ് എന്ന് പറഞ്ഞ മൈസൂരിലെ മരിച്ചുപോയ ഒരാളുടെ പേരുള്ള ബാങ്ക് അക്കൗണ്ടാണെന്ന് നമുക്ക് മനസ്സിലായി. അതുകൂടാതെ നമ്മുടെ 2 പ്രതികളുടെ കയ്യിൽ നിന്നും നമുക്ക് ഫേക്കായിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസും ആധാറും ലഭിക്കുകയുണ്ടായി. ഇന്നലെ നമ്മുടെ ടീം ബാംഗ്ലൂരിൽ നടത്തിയ അന്വേഷണത്തിൽ മറ്റൊരു പ്രതിയെ കണ്ടെത്തുകയും ആ പ്രതിയിൽ നിന്ന് വ്യാജമായ ബാങ്ക് അക്കൗണ്ട്, അതുപോലെ വ്യാജമായ ആധാർ, ലൈസൻസ് തുടങ്ങിയവ നിർമ്മിക്കുന്ന ഒരു റാക്കറ്റിനെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഇന്നലെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അങ്ങനെയാണ് ഇതെല്ലാം പുറത്തു വന്നത്. അപ്പോൾ ഇവർക്ക് പ്രധാനമായിട്ടുള്ള പരിപാടികൾ വ്യാജമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ബാംഗ്ലൂരിലെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ഡെസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ളവരെ ബാങ്കിൽ കൊണ്ടുപോയി അവരുടെ പേരിൽ അക്കൗണ്ട് എടുത്തിട്ട് അത് 10,000-നും 20,000-നും ഇതുപോലുള്ള ആവശ്യക്കാർക്ക് അവർ മറിച്ച് വെക്കുകയാണ് ചെയ്യുക ബാങ്ക് അക്കൗണ്ടുകൾ. അതുപോലെ നിങ്ങൾക്ക് കാണാം, ഇതിൽ ആധാറുകളുണ്ട്, ഫേക്കായിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. പ്രധാനമായിട്ടും കുറേ കോളേജുകളുടെ ഡിഗ്രി, യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റുകൾ കാണുന്നുണ്ട്. അത് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഇവർ പുറത്തേക്ക് വിദേശത്തേക്ക് പോകാനും മറ്റുമായി ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുക എന്നാണ് പറഞ്ഞത്. മലയാളം ടെലിവിഷൻ, കണ്ണൂർ. നിങ്ങളുടെ വീടിന് നിങ്ങളുടെ ഡിസൈൻ. G-Land Steel Doors and Windows.